ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിഞ്ഞാന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഇന്ന് സ്നാക്കായിട്ട് ഫിഷ് ബോൾസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 വലിയുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതാ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വഴന്ന് വന്നിരിക്കണേ. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. ഇപ്പോൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ഇതിൽ ഞാൻ കേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവോലി, അയക്കോറ, അതുപോലെ അയില വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മസാല റെഡിയായി. ഞാൻ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ലോണം ഉടച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിക്കണേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതാ എണ്ണ നല്ലോണം ചൂടായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഫിഷ് ബോൾസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇന്ന് മുട്ടക്കറിയും ഓട്ടപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മുട്ടക്കറി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 2 വലിയുള്ളി സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. അത് നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുത്തിക്കണേ, മീഡിയം സൈസിലുള്ളത്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഇതാ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പൊടിയൊക്കെ നല്ലോണം റോസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ വറുത്ത തേങ്ങയാണ് കേട്ടോ അരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടി കരിവേപ്പിൻ്റെ ഇലയും നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. അപ്പോൾ ഇതാ കറിയൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്നിവിടെ പൊരിച്ച മുട്ടക്കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഇതുപോലെ ഒരുമിച്ച് കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിക്കണേ. ഇപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് വലുതാക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇത് ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 5 മുട്ടയാണ് ഇവിടെ അങ്ങനെ ആക്കിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇതാ ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിക്കണേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ അടിപൊളി പൊരിച്ച മുട്ടക്കറി റെഡി ആയിട്ടോ. വെള്ളപ്പം, പത്തിരി, പൊറോട്ട ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഓട്ടപ്പം കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ആ ഓട്ടപ്പം ഇതാ അതുപോലെ ഹോൾസ് വരുമ്പോഴാണ് കേട്ടോ മൂടി വെക്കേണ്ടത്. അപ്പോൾ ഇതത് റെഡിയായി. അപ്പോൾ കണ്ടില്ലേ നല്ല ഓട്ടമൊക്കെ വന്നിട്ടുള്ള നല്ല ഓട്ടപ്പവും മുട്ടക്കറി. അപ്പോൾ അങ്ങനെ ഓട്ടടി റെഡിയായി. പിന്നെ ഇതാ ഞാൻ തരി കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ടൊന്ന് നെയ്യിൽ വറവിട്ടെടുക്കും കൂടി ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ജ്യൂസ് തണ്ണിമത്തനാണ് കേട്ടോ ജ്യൂസ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇതാ എല്ലാതും ടേബിൾ മേലൊക്കെ കൊണ്ടുവച്ചു. നോമ്പുറക്കാനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.